ഹരിയാന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ച കോൺഗ്രസ് ഹരിയാനയിൽ ഇത് കൃത്രിമത്വത്തിന്റെ വിജയമെന്ന് എ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ഫലം അംഗീകരിക്കാൻ സാധിക്കില്ല. വോട്ടെണ്ണൽ നടപടിയിലും ഇവിഎം മെഷീനെക്കുറിച്ചും പരാതികൾ ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, എക്സിറ്റ് പോളിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷകളും ആത്മവിശ്വാസവും ഒക്കെ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ്. ഇപ്പോഴിതാ 37 സീറ്റിൽ ഒതുങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ വിശദമായ വിവരങ്ങൾ നേരത്തെ ഡി ധനസുമോദൊക്കെ പങ്കുവെക്കുകയുണ്ടായി. ഹൂഡയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ജാട്ട് വിഭാഗത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം, കുമാരി ഷെൽജയുടെ ആരോപണങ്ങൾ വിലവയ്ക്കാതിരിക്കുക, ഇതൊക്കെ തന്നെ ആയിരിക്കും കോൺഗ്രസിന് വിനയായതല്ലേ? അവിടുത്തെ കൃത്യമായി അത് തന്നെയാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. പക്ഷേ ആ തോൽവി അംഗീകരിക്കുവാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. കൃത്യമായി ഇപ്പോൾ ഒരു അട്ടിമറി ഭീഷണി നടന്നുവെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. പ്രധാനമായും 3 ജില്ലകളിൽ വലിയ രീതിയിലുള്ള അട്ടിമറി തങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഹിസാർ, മഹേന്ദ്രഗഡ്, പാനിപ്പത്ത് ജില്ലകളിൽ നിന്നാണ് ഇവിഎമ്മിൽ ചില കൃത്രിമത്വം കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇവിടെ നിന്ന് നിരവധി പരാതി തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 99% ബാറ്ററി കാണിച്ച വോട്ടിംഗ് മെഷീനുകളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം 60 മുതൽ 70% വരെ ബാറ്ററി കാണിച്ച ഇവിഎം മെഷീനുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും വിജയിച്ചു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കൃത്രിമത്വം അവിടെ നടന്നു. ഈ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതികൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരാജയം തങ്ങൾ അംഗീകരിക്കില്ല, ഈ ഫലം തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തിയത്. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് ചില പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരുന്നു. ഈ ഫലം ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ നൽകിയത്. ഇത് മന്ദഗതിയിലാണെന്നും കൃത്യമായോ അല്ല വിവരങ്ങൾ വരുന്നതെന്നുമായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന്റെ ഈ പരാതി തള്ളിക്കളഞ്ഞിരുന്നു. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, തീർത്തും ചട്ടപ്രകാരമാണ് നടപടികൾ പൂർത്തിയാകുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും എന്തായാലും ഇവിഎമ്മിലും അതുപോലെ തന്നെ വോട്ടെണ്ണൽ നടപടികളിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയം പ്രധാനമായും ഹരിയാനയിൽ അടക്കമുടനീളം സഞ്ചരിച്ചവർക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായി വികാരം കോൺഗ്രസ് അനുകൂലമായിരുന്നു. പക്ഷേ ഈ വികാരം വോട്ടെണ്ണലിൽ വ്യക്തമായില്ല, ഫലം വന്നപ്പോൾ വ്യക്തമായില്ല. കൃത്യമായ ഒരു അട്ടിമറി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പരാതിയുമായി മുന്നോട്ട് പോകുവാനും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള വിവരങ്ങളാണ് PR അരവിന്ദ് പങ്കുവച്ചത്.